താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ബാക്കി പുണ്യമല്ലോ നീ. എല്ലാം വരുന്നുണ്ടല്ലോ അല്ലേ? സോനുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കഴിയുന്ന അവനെ എനിക്ക് രണ്ടാമത്തെ മകനെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനും അഭിപ്രായങ്ങൾ എന്നോട് ചോദിക്കുകയും അഭിപ്രായങ്ങൾ പങ്കിടുകയും ഞങ്ങൾ തമ്മിൽ വളരെ ഒരു നല്ല രീതിയിലാണ് അതിൻ്റെ പെരുമാറ്റം കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളിലും അവൻ എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായം തമ്മിൽ പങ്കുവയ്ക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എന്നെ കെട്ടിയതിന് ഓസ്കാറിന് വലിയ അവാർഡ് കിട്ടിയത്. അതെ, എന്റെ കൂട്ടുകാരൻ പറയുന്ന ഒരു പുസ്തകം എഴുതിക്കല്ലേ 10 days ലടക്കി. ഇവനെ വളച്ചെടുത്തതാ. വളയ്ക്കാൻ നീ എന്താ പോസ്റ്റാ? അവളെ ആദ്യം കാണുമ്പോ ഫോണിൽ ആദ്യം സംസാരിച്ചു. അയാള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു, പനിയാ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഓസ്ട്രേലിയയിൽ ഞാൻ സംസാരിച്ചപ്പോൾ തുടങ്ങിയത്. എന്നോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അധികമൊന്നും പറയാനില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറേ പറയാനുണ്ട്. അങ്ങ് സംസാരിച്ച് തുടങ്ങിയതാണ്. എന്നിട്ട് അന്നേരം തുടങ്ങിയ മൗനവ്രത അന്ന്. അപ്പം ഞാൻ വിചാരിച്ച ആളും അധികം സംസാരിക്കാത്ത വ്യക്തമാണെന്ന് തോന്നി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ആൾ വിളിച്ചു കഴിഞ്ഞിട്ട് കുറേ സമയം കൊണ്ട് ഇന്ന് എനിക്ക് സംസാരിക്കാനുണ്ട്, ഇന്ന് എനിക്ക് സ്വസ്ഥത ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും സംസാരിച്ചു തുടങ്ങിയത്. സോനുവിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, നമുക്ക് മനസ്സിലൊക്കെ തോന്നില്ല ഇതായിരിക്കും നമ്മുടെ പാട്ടെന്ന്. അങ്ങനെ എനിക്ക് തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. ദെൻ ഞങ്ങൾ പാരൻസ് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി. ഞങ്ങൾ പാരൻസ് ത്രൂ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. സോ അങ്ങനെയാണ് November 7 എന്നുള്ളൊരു ഡ്രീം ഡേറ്റ് ഞങ്ങൾ റീച്ച് ചെയ്തത്. കല്യാണം കഴിച്ചിട്ട് വരാമേ. ബൈ. ഇനി കെട്ടിട്ട് വരാം. കല്യാണം കഴിച്ചിട്ട് വരാം. ബൈ. Moving on from there, it's been a beautiful journey. I can't wait to get married to Akila. She's very beautiful and she's very beautiful and I'm lucky to have her. ഭയങ്കര ഹാപ്പി ഫേസാണ് എപ്പോഴും. ഭയങ്കര വർത്തമാനമാണ്. ഒരു 24 hours ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു 1 minute പോലെ ക്വയറ്റായിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. ചുമ്മാ എന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മളെപ്പോഴും എന്താ പറയുക, ഹാപ്പി ആക്കി എത്തും. 3, 2, 1, Yanakama!